നമസ്തേ. എന്നോടൊരു സ്റ്റുഡൻറ് ചോദിച്ചതാണ്, ധാതുവിനെ കുറിച്ചിട്ട് ഒന്ന് വിശദീകരിക്കാമോ അടുത്ത ക്ലാസ്സിൽ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ ഇന്ന് ധാതുവിനെ വിശദീകരിക്കുകയാണ്. ധാതുവിനെ കുറിച്ചിട്ട് മുമ്പിലത്തെ ക്ലാസ്സുകളിലും ഞാൻ വിശദീകരിച്ചതാണ്. എങ്കിൽ കൂടി ഈ ഒരു തവണ ഒരിക്കൽ കൂടി വിശദീകരിക്കുകയാണ്. കിം നാമ ധാതുഹു, എന്താണ് ധാതു എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ വിശദീകരണം, ധാതു എന്ന പദത്തിന്റെ വിശദീകരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്താണ് നോക്കാം. ദധാതി വിവിധാൻ അർത്ഥാൻ ഇതി ധാതുഹു. അർത്ഥം, വ്യത്യസ്തങ്ങളായ ക്രിയാർത്ഥങ്ങളെ ധരിക്കുന്നത് കൊണ്ടാണ് ധാതു എന്ന് പറയുന്നത്. ഈ ധാതുവിൽ എന്തുണ്ടാവും? വ്യത്യസ്തങ്ങളായ ക്രിയാർത്ഥങ്ങൾ, ക്രിയയുമായി ബന്ധപ്പെട്ട അർത്ഥങ്ങൾ ഈ ധാതുവിൽ ഉണ്ടാകും. അപ്പൊ അത്രയേ ഉള്ളൂ ഈ ധാതുവിന്റെ വിശദീകരണം. ഇനി ഈ ധാതുക്കൾ ഏതെല്ലാമാണ് എന്നുകൂടി നമുക്ക് അറിയണം, അല്ലെ? അവിടെയാണ് ഭൂവാദയഃ ധാതവഃ. ഭൂ തുടങ്ങിയവ ധാതുക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുകൂടി പറയുകയാണ്. ധാതുവിന്റെ വിശദീകരണം പറഞ്ഞു. ഇനി ഏതാണ് ധാതുക്കൾ എന്നുകൂടി പറയുകയാണ് ഇവിടെ. ഭൂവാദയഃ ധാതവഃ. അപ്പൊ ഏതാണ്? ഭൂ, ഈക്ഷ്, വന്ത്, ശ്ലാഘ്, പഠ്, മുദ് തുടങ്ങിയവ. ഇങ്ങനെ ഇവയാണ് ധാതുക്കൾ. ഇവിടെ നോക്കൂ, ഭൂ എന്ന ധാതുവാണ്. അപ്പൊ ഇവിടെ ഭൂമി എന്നൊരർത്ഥമല്ല, മറിച്ച് ഉണ്ട്, ആകുന്നു, ആണ് എന്നീ അർത്ഥങ്ങൾ ഈ ഭൂവിൽ ഉണ്ട്. അങ്ങനെ ഈ ഉണ്ട്, ആകുന്നു എന്നീ അർത്ഥങ്ങൾ ധരിക്കുന്ന ധാതുവാണ് ഭൂ. അതേപോലെ നോക്കൂ, ഈക്ഷ്, കാണലുമായി ബന്ധപ്പെട്ട അർത്ഥം ധരിക്കുന്ന ധാതുവാണ് ഈക്ഷ്. അതുപോലെ വന്ത്, വന്ദിക്കുക അല്ലെങ്കിൽ വന്ദനം എന്നിങ്ങനെ അർത്ഥമുള്ള ധാതുവാണ് വന്ത്. അതുപോലെ ശ്ലാഘ്, അഭിനന്ദനം, അനുമോദനം തുടങ്ങിയ അർത്ഥങ്ങൾ ധരിക്കുന്ന ധാതുവാണ് ശ്ലാഘ്. അതുപോലെ പഠനവുമായി ബന്ധപ്പെട്ട ധാതു പഠ്. മുദ്, സന്തോഷം, അതുമായി ബന്ധപ്പെട്ട ധാതു മുദ്. എന്നിങ്ങനെ ഓരോ അർത്ഥങ്ങളും ക്രിയാരീതിയിലുള്ള ക്രിയാ അർത്ഥങ്ങൾ ധരിക്കുന്ന ഒരുപാട് ധാതുക്കൾ ഉണ്ട്. ഇവിടെ ഭൂവിൽ ഉണ്ട്, ഈക്ഷിൽ കാണലുമായി ബന്ധപ്പെട്ട്, വന്ത് വന്ദിക്കലുമായി ബന്ധപ്പെട്ട്, ശ്ലാഘ് അനുമോദനവുമായി ബന്ധപ്പെട്ട് എന്നിങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തെല്ലാം അർത്ഥങ്ങൾ ഉണ്ടോ അവയെല്ലാം ധരിക്കുന്നത് ഈ ധാതുക്കളിലാണ്. ഓക്കെ. പിന്നെ ഒരു കാര്യം, ഈ ധാതുവിൽ നിന്നാണ് ക്രിയാപദം നിർമ്മിക്കുന്നത്. അതേപോലെ തന്നെ ഈ ധാതുവിൽ നിന്നാണ് നാമപദത്തിൻ്റെയും നിർമ്മാണം. ഓക്കെ. അപ്പൊ എന്തിനും, ക്രിയാപദ നിർമ്മാണമായാലും നാമപദ നിർമ്മാണമായാലും ധാതു അത്യാവശ്യമാണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഭൂ എന്ന ധാതുവിൽ നിന്ന് ഭവതി എന്ന ക്രിയാപദം ഉണ്ടാകുന്നു. അതേപോലെ ഈക്ഷ് എന്ന ധാതുവിൽ നിന്ന് ഈക്ഷത്തെ എന്ന ക്രിയാപദം, വന്ത് ധാതുവിൽ നിന്ന് വന്ദത്തെ, ശ്ലാഘ് ധാതുവിൽ നിന്ന് ശ്ലാഘത്തെ, പഠ് പഠതി, മുദ് മോദത്തെ. അപ്പൊ ഇവിടെ നോക്കൂ, ഭൂ എന്ന ധാതുവിൽ നിന്ന് ഭവതി എന്ന ക്രിയാപദം ഉണ്ടാകുന്നു. ഇതേപോലെ തന്നെ ഭൂ എന്ന ധാതുവിൽ നിന്ന് ഭവനം എന്ന നാമപദം കൂടി ഉണ്ടാകുന്നുണ്ട്. അതേപോലെ
ഈക്ഷ ധാതുവിൽ നിന്ന് ഈക്ഷതേ ക്രിയാപദം, ഈക്ഷണം എന്ന നാമപദം. വന്ത് ധാതുവിൽ നിന്ന് വന്ദതേ ക്രിയാപദം, വന്ദനം എന്ന നാമപദം. അതുപോലെ ശ്ലാഘിൽ നിന്ന് ശ്ലാഘതേ ശ്ലാഘനം, പഠിൽ നിന്ന് പഠതി പഠനം, മുദ്ദിൽ നിന്ന് മോദതേ മോദനം എന്നിങ്ങനെ ഭൂ തുടങ്ങിയ ധാതുക്കളിൽ നിന്ന് നാമപദവും ക്രിയാപദവും നമുക്ക് നിർമ്മിക്കുവാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, രമ ധാതുവിൽ നിന്നാണ് രാമഹ എന്ന ഒരു നാമപദം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, രമ രാമഹ. ഓക്കെ, അവിടെ കുറേ സ്റ്റെപ്പുകളെല്ലാം ഉണ്ട്. അങ്ങനെ ആ ഒരു പദം ഉണ്ടാകണമെങ്കിൽ. ഓക്കെ, അപ്പൊ അവിടെ എല്ലാം ഒരു ബന്ധമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഭൂവിൽ നിന്ന് ഭവതി. ക്ലിയർ ആണല്ലോ? അപ്പൊ നാമപദമായാലും ക്രിയാപദമായാലും ഉണ്ടാകുന്നത് ഈ ധാതുക്കളിൽ നിന്നാണ്. ഈ ധാതു പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്തങ്ങളായ ക്രിയാർത്ഥങ്ങളെ ധരിക്കുന്നത് കൊണ്ടാണ് ഇവയെ ധാതുക്കൾ എന്ന് പറയുന്നത്. ഇവിടെ ആണ്, കാണൽ, വന്ദനം, അനുമോദനം, പഠനം, മോദനം തുടങ്ങിയ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ ഈ ധാതുക്കളിൽ വരുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെയാണ് ഇവയെ ധാതുക്കൾ ധരിക്കുന്നത് കൊണ്ട്. എന്തിനെ? അർത്ഥങ്ങളെ. അങ്ങനെയാണ് ധാതു എന്ന പേര് വന്നിരിക്കുന്നത്. ഓക്കെ.